ജിതിൻലാൽ, സുധീഷ് എഴുവത്ത്, ആമി, സെക്രട്ടേറിയറ്റിലെയും RLVയിലെയും പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ സൂചിപ്പിച്ച പോലെ ഐ കുഡ് നോട്ട് സേവ് വാക്ക് വിത്ത് മീ എന്ന് പറയുന്ന ഒരു എക്സിബിഷൻ ജനുവരി 30 ദർബാർ ഹാളിൽ ആരംഭിക്കുകയാണ്. ഫെബ്രുവരി 18 വരെ അത് നീണ്ടു നിൽക്കും. 18-19 ദിവസങ്ങളിൽ ആണ് ആ എക്സിബിഷൻ നടക്കുന്നത്. ആ എക്സിബിഷൻ്റെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ എക്സിബിഷൻ ഇവരൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഗാന്ധിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു എക്സിബിഷനാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗാന്ധിയുടെ അവസാന കാലത്തെ, ലാസ്റ്റ് ഫേസ് ഓഫ് ഗാന്ധി എന്ന് പറയുന്ന ആ കാലത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു എക്സിബിഷനാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ 1946 ഓഗസ്റ്റ് മുതൽ 1948 ജനുവരി 30 വെടിയേറ്റ് വീഴുന്നത് വരെയുള്ള ആ ഗാന്ധിയുടെ ചരിത്രമാണ് ഈ എക്സിബിഷനിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അതിന് മുകളിലാണ് ഈ എക്സിബിഷൻ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ 46 തിരഞ്ഞെടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഫേസ് തിരഞ്ഞെടുക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഗാന്ധിയെക്കുറിച്ച് നമുക്കറിയാവുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുൻനിര നായകനായിരുന്നു. ആ സമരത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. അത് നോൺ വയലൻസ് എന്ന് പറയുന്ന, അഹിംസ എന്ന് പറയുന്ന ആശയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സമരമായിരുന്നു. ഇതൊക്കെ നമുക്ക് പലപ്പോഴും പരിചയമുള്ള ഒരു ഗാന്ധി ചരിത്രമാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പൊതുവേദികളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പൊതുവെയുള്ള ഒരു ധാരണ അതാണ്. പക്ഷേ 46 മുതൽ 48 വരെയുള്ള ഗാന്ധിയുടെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളത് നമ്മളധികം അങ്ങനെ നമ്മുടെ ഒരു കോമൺ സെൻസ് ആയിട്ട് മാറിയിട്ടില്ല, നമ്മുടെ ഒരു പൊതുബോധമായിട്ട് മാറിയിട്ടില്ല. അതിനും പലതരം കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശാനുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം മറഞ്ഞു കിടക്കുകയാണ് ഇപ്പോഴും. ആ അധ്യായം വെളിച്ചത്ത് കൊണ്ടുവരിക, അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് ഉണ്ടാക്കുക. അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് നമ്മുടെ ഇന്നത്തെ സമകാലീന അവസ്ഥയിലെ പ്രശ്നങ്ങളുമായിട്ട് കൂട്ടി വായിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ പ്രശ്നങ്ങളുമായി ചേർത്ത് വെച്ച് അത് വായിച്ചു കഴിഞ്ഞാൽ കലയിൽ തന്നെ അതൊരു പുതിയ വെളിച്ചമായിട്ട് തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് പുറത്താണ് ഈ പീരീഡ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. 46 മുതൽ 48 വരെ ഗാന്ധിയുടെ പോരാട്ടം ബ്രിട്ടീഷുകാരോടായിരുന്നില്ല. ബ്രിട്ടീഷുകാർ 46 ഒക്കെ എത്തുമ്പോഴേക്കും ഞങ്ങൾ പോകുന്ന ഉറപ്പ് തന്നിരുന്നു. ഡേറ്റ് വരെ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾ ഈ ദിവസം ഇന്ത്യ വിടാൻ പോവാണ്, ഇത്ര മാസത്തിനുള്ളിൽ ഇന്ത്യ വിടാൻ പോവാണ്, ഇന്ത്യ ഇനി നിങ്ങളുടെ കയ്യിലാണ് എന്ന കാര്യം വളരെ വ്യക്തമായി ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ അതിനുശേഷവും, പ്രത്യേകിച്ച് 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഗാന്ധി 2 വലിയ സമരങ്ങൾ നയിക്കുന്നുണ്ട്. ഒന്ന് കൽക്കട്ടയിലെ സമരം, ഒന്ന് ഡൽഹിയിലെ സമരം. ഇത് രണ്ടിലും ഗാന്ധി പ്രയോഗിക്കുന്നത് ഗാന്ധിയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമരായുധം എന്ന് പറയുന്ന നിരാഹാര സത്യാഗ്രഹമാണ്. ഗാന്ധി ബ്രിട്ടീഷുകാർക്കെതിരെ മൊത്തത്തിൽ ഗാന്ധി 10-18 പ്രാവശ്യം നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിൽ 16 ഇപ്പം ദക്ഷിണാഫ്രിക്ക തൊട്ട് ഗാന്ധിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് തവണ ഈ പറയുന്ന തരത്തിൽ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധി പോകുന്നുണ്ട്. അത് സമരമാർഗം എന്നുള്ള നിലയിൽ പോകുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു. പക്ഷെ അവസാനത്തെ 2 സത്യാഗ്രഹം, ഈ നിരാഹാര സത്യാഗ്രഹം ഗാന്ധി നടത്തുന്നത് സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷമാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ നമ്മുടെ ഗവൺമെൻറ് വന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപം കൊണ്ടു. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അല്ല, പകരം ഈ ബ്രിട്ടീഷുകാർ പോയപ്പോൾ ആ ഭരണം ഏറ്റുവാങ്ങാനായി അവരൊരു ഇടക്കാല സർക്കാർ ഉണ്ടാക്കി. ആ ഇടക്കാല സർക്കാർ ഏതെങ്കിലും കക്ഷിയുടെ മുൻകൈയിൽ ഉള്ളത് മാത്രമല്ല, സർവകക്ഷി ഗവൺമെൻറ് ആയിരുന്നു. ആ ഗവൺമെൻറ്റിൽ ജോയിൻ ചെയ്യാൻ സമ്മതം അറിയിച്ച എല്ലാ കക്ഷികളെയും അതിൽ പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, അന്നത്തെ മുസ്ലിം ലീഗ്, ജിന്നയുടെ മുസ്ലിം ലീഗുകാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബൽവന്ത് സിംഗ് പാന്തിക് പാർട്ടി എന്ന് പറയുന്ന സിഖുകാരുടെ പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു. ഡിപ്രസ്ഡ് ക്ലാസ്സിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ അംബേദ്കർ നിയമമന്ത്രിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ച് ശ്യാമപ്രസാദ് മുഖർജി ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നൊരു മന്ത്രിസഭയാണ്.
ആ മന്ത്രിസഭയ്ക്ക് പ്രതിപക്ഷമൊന്നുമില്ല, പാർലമെന്റിൽ അംഗങ്ങളൊന്നുമില്ല. പകരം ഈ പറയുന്ന അധികാര കൈമാറ്റത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ അധികാരം കൊടുക്കുന്നത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ആ ഗവൺമെന്റിന്റെ കാലത്താണ് 2 പ്രാവശ്യം ഗാന്ധി നിരാഹാര സത്യാഗ്രഹം ഇരിക്കുന്നത്. ആ എന്തുകൊണ്ട് ആ സമരം, ആർക്കെതിരായിരുന്നു ആ സമരം എന്ന് ആലോചിക്കുന്നത് ഈ കാലത്ത് നിൽക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, ഇത് നമ്മുടെ റിപ്പബ്ലിക്കിന്റെ 75ാമത്തെ വർഷമാണ്. ജനുവരി 26-ന് അംബേദ്കർ ഈ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അത് നിലവിൽ വന്നിട്ട്, ഭരണഘടന എന്ന് പറയുന്ന രേഖ നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തിയാവുകയാണ്. ഈ 75ാമത്തെ വർഷത്തിൽ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, ഒന്ന് ജനാധിപത്യം എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന ആശയം, അല്ലെങ്കിൽ സോഷ്യലിസം, തുല്യത എന്ന് പറയുന്ന ആശയം, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ ഭീഷണി നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്ത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് അനിവാര്യമായ, അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമായ ഒരു സംഗതിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആർട്ടിന് അവിടെ ഒരു വലിയ റോളുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് ഒരു സോഷ്യൽ ഡെമോക്രസി നിലവിൽ, അല്ലെങ്കിൽ സാമൂഹ്യ ജനാധിപത്യം നിലവിൽ വന്നാൽ മാത്രമേ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് പ്രസക്തി ഉണ്ടാവുള്ളൂ. നമ്മൾ 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പിൽ പോകുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് വഴി ഒരു ഭരണകൂടം വരുന്നുണ്ട്. ഇതൊരു സാങ്കേതിക കാര്യം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ജനാധിപത്യം അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നതാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ്. കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാർ ജയിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഗതി. എന്ന് പറഞ്ഞാൽ ജനാധിപത്യം എന്ന് പറയുന്നത് അത് ഇറ്റ്സെൽഫ് നമ്മളെ അതിൻ്റെ ഈ പറയുന്ന സാങ്കേതികത കൊണ്ട് എങ്ങോട്ടും കൊണ്ടുപോവില്ല. എന്ന് പറഞ്ഞാൽ ജനാധിപത്യം നമ്മുടെ ജീവിതം നന്നാക്കാൻ പോകുന്നില്ല, അത് ടെക്നിക്കലാണെങ്കിൽ. മറിച്ച് ജനാധിപത്യം എന്നത് ജനതയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ, സമൂഹത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ അത് അതിൻ്റെ സാങ്കേതികതയിൽ വരുമ്പോൾ അർത്ഥവത്താവൂ. അതർവൈസ് ഈ ഫ്രെയിമിൽ കൂടെ ഏത് ഫാസിസത്തിനും കടന്നു വരാം. നമ്മുടെ മുന്നിൽ വലിയ ഉദാഹരണങ്ങളുണ്ട്. ഹിറ്റ്ലർ വോട്ട് കിട്ടിയിട്ടാണ് ജർമ്മനിയിൽ അധികാരത്തിൽ കയറുന്നത്, അല്ലാതെ പട്ടാള അട്ടിമറി നടത്തിയിട്ടൊന്നുമല്ല. ആളുകളുടെ മുമ്പിൽ വന്ന ഇലക്ഷന് നിന്ന് വോട്ട് വാങ്ങി ജയിച്ചിട്ടാണ് ഹിറ്റ്ലർ കസേര കയറുന്നത്. മുസോളിനി കസേര കയറുന്നത് അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, ഇപ്പം നമ്മൾ ഫാസിസം എന്ന് പറയുന്ന പദം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം മുഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ആർട്ടിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആർട്ടിന് ഈ സോഷ്യൽ ഡെമോക്രസിയിൽ വലിയൊരു റോളുണ്ട്, സാമൂഹ്യ ജനാധിപത്യത്തിൽ വലിയൊരു റോളുണ്ട്. നമ്മൾ ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമൂഹത്തെ പുനഃസംഘടിപ്പിച്ചാൽ മാത്രമേ അത് ആ സൊസൈറ്റി ഒരു ജനാധിപത്യ സൊസൈറ്റി ആവുള്ളൂ. അത് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ള വാചകമാണ്, എൻ്റെ വാചകമല്ല. അംബേദ്കർ ഭരണഘടന സമർപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ് സോഷ്യൽ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ പുനഃസംഘടിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ ജനാധിപത്യം. ആ പ്രോസസ്സിന് എവിടെ തടസ്സം വന്നോ, എവിടെ ഇക്വാളിറ്റി തടസ്സപ്പെട്ടോ, എവിടെ ഫ്രട്ടേണിറ്റി തടസ്സപ്പെട്ടോ, എവിടെ ലിബർട്ടി തടസ്സപ്പെട്ടോ, അവിടെ ജനാധിപത്യത്തിന് പരിക്ക് പറ്റും. ആ പരിക്ക് കൃത്യമായിട്ട് ഈ സാങ്കേതിക ജനാധിപത്യം നോക്കിയാൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിലൂടെ, ആ ഫ്രെയിമിലൂടെ കടന്നു വരുന്നത് വലിയ ഫാസിസ്റ്റ് സ്വരൂപമായിരിക്കും. ഇന്നലത്തെ ഫാസിസത്തെക്കാൾ 10 മടങ്ങ് വലുതായിരിക്കും ഇന്നത്തെ ഫാസിസം. ഇന്നലത്തെ ഫാസിസത്തിന് പല പരിമിതി ഉണ്ടായിരുന്നു. ഇന്നത്തെ ഫാസിസം എന്ന് പറഞ്ഞാൽ അതൊരു ടെക്നോ ഫാസിസം കൂടിയാണ്. ഇപ്പം ഞാൻ എവിടെ പ്രസംഗിക്കുന്നുണ്ടെന്ന് ഭരണകൂടത്തിന് ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ ഇരുന്ന് അറിയാം. ചിലിയിൽ നെരൂദ ഒളിവിൽ പോയ കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ കവിയായിരുന്നു നെരൂദ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നെരൂദ ഒളിവിൽ പോകുന്നത് 1.5 കോടി മനുഷ്യരുടെ ഇടയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയിലെ പകുതി ജനസംഖ്യയുള്ള ചിലിയിലാണ് ഈ പറയുന്ന വലിയ ഫാസിസ്റ്റുകളെ വെട്ടിച്ച് ഒളിവിൽ കഴിയുന്നത്. ഇന്നത് സാധ്യമല്ല. ഇന്ന് നിങ്ങൾ എവിടെ ഉണ്ടെന്ന് ഓരോ നിമിഷവും നിങ്ങൾ ഭരണകൂടത്തിന് അറിയാം. അപ്പം അത്തരം ഒരു സ്ഥലത്ത് സാമൂഹ്യ ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രസക്തി ഉണ്ട്. സാമൂഹ്യ ജനാധിപത്യം നിർമ്മിക്കുന്നതിൽ ആർട്ടിന് വലിയ പ്രസക്തിയുള്ള കാലമാണ് ഇത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് പഴയ മട്ടിലുള്ള കമ്മിറ്റ്മെൻ്റ് അല്ല, പക്ഷേ 10 മടങ്ങുള്ള കമ്മിറ്റ്മെൻറ്റ് അത് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റി ആവശ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് ഈ എക്സിബിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
46 മുതൽ 48 വരെ ഗാന്ധി പൊരുതിയത് ഇന്ത്യയിലെ മതേതരത്വം നിലനിർത്താനാണ്. നിങ്ങൾക്കറിയാം, 47 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ അതിനൊപ്പം മറ്റൊന്നും കൂടി സംഭവിച്ചിട്ടുണ്ട്. വിഭജനം എന്ന് പറയുന്ന ഒരു സംഗതി, പാർട്ടീഷൻ എന്ന് പറയുന്ന സംഗതി. നമ്മൾ കേരളത്തിൽ ഇരുന്ന് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ അതൊരു ചരിത്രത്തിൽ അല്ലെങ്കിൽ പുസ്തകത്തിൽ പഠിക്കുന്ന ഒരു സംഗതി മാത്രമാണ്. പക്ഷെ അതിൻ്റെ അനുഭവ തലത്തിലേക്ക് പോയാൽ പാർട്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത്ര ദുരിതങ്ങളും ദുരന്തങ്ങളും പീഡനങ്ങളൊക്കെ നിറഞ്ഞ ഒരു കഥയാണ്. പല ആൾക്കാരും ഈ പാർട്ടീഷന് ശേഷമുള്ള കഥ എന്ന് പറഞ്ഞ അനുഭവകഥ പലരും മിണ്ടാൻ പോലും അശക്തരായിരുന്നു. അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന് പറയുന്ന ഉർവശി ഭൂട്ടാലിയയുടെ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടപ്പുറത്തിരുന്ന ആളാണ്, തൊട്ട അയൽപക്കത്ത് താമസിച്ചിരുന്ന സ്ത്രീയാണ്. അവര് പാർട്ടീഷന് ശേഷം ഇന്ത്യയിൽ വന്ന ആളാണ്. പക്ഷെ അവർ ജീവിതത്തിൽ ഈ ദുരന്തകഥയൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറയുന്നില്ല. അവര് പാകിസ്ഥാനിൽ നിന്ന് ഇവിടെ വരുന്നു, ചണ്ഡീഗഡിൽ വരുന്നു, താമസിക്കുന്നു എന്നല്ലാതെ മറ്റൊരറിവും അവരെക്കുറിച്ച്, ആ പീരീഡിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ ഉർവശി ഭൂട്ടാലിയ ഈ പാർട്ടീഷനെ പറ്റി പഠിക്കാൻ നിശ്ചയിച്ചപ്പോൾ ഇങ്ങനെ വന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ വളരെ കാലമായി താൻ അറിയുന്ന അയൽവാസി ഉണ്ടെന്ന് അറിയുന്നു. അവരെ ചെന്ന് കാണുന്നു, അവരെ പോലെയുള്ള അനേകരെ കാണുന്നു. അവരാദ്യമായിട്ട് ഈ വായു തുറക്കുന്നത്, മനസ്സ് തുറക്കുന്നത് ഇവരെ മുന്നിലാണ്. അവർ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ ചരിത്രം ഇങ്ങനെ ചവിട്ടിക്കൂട്ടിയ ഒരു സ്ത്രീയായിരുന്നു തൻ്റെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്നതെന്ന് പറയുന്ന അറിവ് ഇന്ത്യൻ ചരിത്രത്തെ തന്നെ പുതുതായി നോക്കിക്കാണുന്നതിലേക്ക് അവരെ മാറ്റി തീർക്കുന്നുണ്ട്. ഇതാണ് പാർട്ടീഷൻ്റെ. ഇപ്പം സാദത്ത് ഹസൻ മണ്ടോരെ കഥ വായിക്കുകയാണെങ്കിൽ ഖോൽദോ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വായിക്കാത്തവർ വായിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് ഇക്കാലത്ത് എന്ത് ആർട്ട് ചെയ്യണമെങ്കിലും അത്തരം ചില ഭാവനകൾ, മുൻകാല ഭാവനകൾ നമുക്ക് തരുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഖോൽദോല് ഒരച്ഛനും മകളും കൂടിയിട്ട് ഇതേപോലെ പാർട്ടീഷൻ്റെ സമയത്ത് ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്. അവരുടെ ഇഷ്ടത്തിന് പോകുന്നതല്ല. അവർ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് കുറ്റിയും പറിച്ച് വേരും പറിച്ച് പോകേണ്ടി വരുന്നത് ചരിത്രം അവർക്ക് മേലൊരു ഭാരമായിട്ട് വീഴുമ്പോഴാണ് അവർ പോവാണ്. ഇതിൻ്റെ ഇടയിൽ മകളെ കാണാതാവുന്നു. മകളെ 3-4 ദിവസം കാണുന്നില്ല. അപ്പോൾ അച്ഛന് മനസ്സിലായി എന്തോ ഭീകരമായത് സംഭവിച്ചിട്ടുണ്ട്. കാരണം കേൾക്കുന്ന വാർത്തകൾ മുഴുവൻ ഭീകരതകളുടെയാണ്, റേപ്പിൻ്റെ, കൊലയുടെ, അങ്ങനെ വലിയ തരത്തിലുള്ള മനുഷ്യ ദുരന്തങ്ങളുടെ വാർത്തയല്ലാതെ മറ്റൊന്നും കേൾക്കുന്നില്ല. ഈ കുട്ടിയെ കാണാനില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് അവളൊരു റെയിൽസ് പാളത്തിന് സമീപമുള്ള വയലിൽ നിന്ന് കിട്ടുമ്പോൾ അത് അസ്തപ്രജ്ഞയായ സ്ത്രീയാണ്. മരിച്ചോ ജീവനുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ബോധരഹിതയായ സ്ത്രീയാണ്. അവരെ ആശുപത്രി കൊണ്ടുവരുന്നു. ആശുപത്രി കൊണ്ടുവരുമ്പോൾ ആ സ്ഥലം ആകെ താറുമാറായിട്ട് കിടക്കുകയാണ്. ആശുപത്രി എന്ന് പറയുന്ന ഒരു ക്ലിനിക്കാണ്, ചെറിയ ക്ലിനിക്ക്, ഒരു ഡോക്ടർ നടത്തുന്ന ക്ലിനിക്ക്. ഈ ഡോക്ടർ കുറച്ച് മനുഷ്യത്വമുള്ള മനുഷ്യനായതുകൊണ്ട് നോക്കാൻ നിശ്ചയിക്കുന്നു. കാരണം ആ സ്ഥലം ഈ പാർട്ടീഷൻ വന്നോട് കൂടിയിട്ട് അത്ര തകർന്നു പോയിരിക്കുകയാണ്. ആരും ഇതിനൊന്നും തുനിയുന്നില്ല. പക്ഷെ ഡോക്ടർ മനുഷ്യത്വം അവശേഷിച്ച ഒരാളായതുകൊണ്ട് ഈ സ്ത്രീയെ നോക്കാമെന്ന് വിചാരിക്കുന്നു. ക്ലിനിക്ക് കയറുന്നു. അപ്പോൾ ക്ലിനിക്കിലെ ഈ ലൈറ്റൊക്കെ പോയി കിടക്കുകയാണ്, ഇലക്ട്രിസിറ്റി ഒക്കെ ഫെയിലായിട്ട് കിടക്കുകയാണ്. ഒരു സൗകര്യമില്ല. ഈ ബെഡിൽ കിടത്തിയപ്പോൾ വെളിച്ചമില്ലാതായപ്പോൾ അയാൾ അസിസ്റ്റന്റിനോട് പറയും, തൻ്റെ സഹായിയോട് പറയും, ഖോൽദോ എന്ന് പറയും. ഖോൽദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നിങ്ങൾക്ക് അറിയാം, തുറക്കൂ എന്നാണ് അർത്ഥം. ജനല തുറക്കാനാണ് പറയുന്നത്. പക്ഷെ ഖോൽദോ എന്ന് കേൾക്കുമ്പോൾ ഈ സ്ത്രീ അവളുടെ 2 കാലുകളും ഈ പറയുന്ന മരിച്ചോ ജീവിച്ചോ എന്ന് അതുവരെ അറിയാതിരുന്ന സ്ത്രീ ഏതോ തരത്തിൽ ഈ ഖോൽദോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ അവരുടെ കാലുകൾ ഇങ്ങനെ പിളർത്തി വെക്കുകയാണ്. കാരണം അവള് ഈ 4 ദിവസം കൊണ്ട് അനുഭവിച്ച എല്ലാ റേപ്പിസ്റ്റുകളും അവളോട് പറഞ്ഞ ഖോൽദോ എന്നാണ് വന്ന് ഇരുന്നിട്ട്. അപ്പം ഇത്തരത്തിൽ വളരെ കുറച്ച് മനുഷ്യർ മാത്രമേ അതിൻ്റെ അനുഭവം എഴുതിയിട്ടുള്ളൂ. ഇപ്പോഴും അത് ചരിത്രത്തിൽ ആവിയായിപ്പോയ ദുരന്തങ്ങളാണ്. ആരും അതിനെ അത്ര കൃത്യമായിട്ട് പിന്തുടരാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇത് അനുഭവിച്ച മനുഷ്യർ അതിനെ മറക്കാൻ ശ്രമിച്ചു, അത് വീണ്ടും പുനരാവിഷ്കരിക്കാൻ ശ്രമിച്ചില്ല. ഇന്ത്യയിലെ രാഷ്ട്ര നിർമ്മാതാക്കളും ആ ഭാഗം തുറക്കാൻ നിശ്ചയിച്ചില്ല. കാരണം എന്താ, തുറന്നാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അത് ബോധപൂർവം മറക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ വൂണ്ട് ഇപ്പോഴും ഉണ്ട്. 2 രാഷ്ട്രങ്ങളായിട്ട്, ഇപ്പം 3 രാഷ്ട്രങ്ങളായി, ഇപ്പുറത്ത് ബംഗ്ലാദേശും വേറെ രാഷ്ട്രമായി, അങ്ങനെ 3 രാഷ്ട്രങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നു. പക്ഷേ ഒരു സമൂഹമാണ് ഈ 3 രാഷ്ട്രങ്ങളിലും ഒരു കാലത്തുണ്ടായതെന്ന് പറയാം. 2 തരത്തിലുള്ള മുറിവുകളിൽ കിടക്കുകയാണ്. ഈ കാലത്താണ് ഈ മുറിവുകളൊക്കെ സംഭവിക്കുന്നത്.
ഈ മുറിവുകളുടെ ഫലമായിട്ട് സമൂഹത്തിലും വലിയ മുറിവുകൾ ഉണ്ടായി. 46-ല് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാൻ രൂപീകരിക്കാൻ വലിയ രാഷ്ട്രീയ പ്രക്ഷോഭം തുടങ്ങി വയ്ക്കുന്നു. ഈ രാഷ്ട്രീയ പ്രക്ഷോഭം ഒരു പ്രത്യേക ഘട്ടം വരെ നെഗോഷിയേഷൻസ് ആയിട്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ പോയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രാഷ്ട്രം വേണം, അത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം വേണം. ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇസ്ലാം മതാധിഷ്ഠിതമായിട്ടുള്ളൊരു രാജ്യം ആണ് എന്ന അർത്ഥത്തിൽ ആവശ്യപ്പെടുന്നു, നെഗോഷിയേറ്റ് ചെയ്യുന്നു. ഗാന്ധി ഒരുപക്ഷെ ഇന്ത്യൻ നേതാക്കളിൽ ഏറ്റവും കൂടുതൽ പാർട്ടീഷൻ ഒഴിവാക്കാൻ ശ്രമിച്ച ഒരാൾ ഗാന്ധിയാണ്. ഗാന്ധിക്ക് അത് അറിയാമായിരുന്നു. ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത്, വിഭജനം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിഭജനം, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല, അത് മനുഷ്യരെ പിളർക്കലാണ്. മനുഷ്യരെ പിളർന്നാൽ മനുഷ്യൻ എത്തിക്കലായിട്ടുള്ള ഈ ചരിത്രത്തിലൂടെ ആർജിച്ച എല്ലാവിധ ധാർമ്മികതയും വെടിഞ്ഞ് മൃഗതുല്യരായി കഴിഞ്ഞാൽ മനുഷ്യരാശി എന്ന് പറയുന്ന പരസ്പരം കടിച്ചു കീറുന്ന ഒന്നായി തീരുന്നുള്ളത് ഗാന്ധി മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് ജിന്നോട് ഒരുപാട് തവണ ഗാന്ധി ചർച്ച നടത്തുന്നുണ്ട്. അവസാനമായി ഗാന്ധി പറയുന്നത് ജിന്ന പ്രധാനമന്ത്രി ആയിക്കോ, ഈ ഇടക്കാല മന്ത്രിസഭ വരുമ്പോൾ നെഹ്റു ഒന്നും ആവണ്ട, ജിന്ന തന്നെ പ്രധാനമന്ത്രി ആയിക്കോ, ജിന്നയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ക്യാബിനറ്റിൽ എടുത്തോന്ന് ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ജിന്ന അദ്ദേഹത്തിന്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ആ നെഗോഷിയേഷൻസ് പലപ്പോഴും ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെലവാകാതെ ആയപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോവുകയാണ്. അതുവരെ നടത്താത്തൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു. 46 ആഗസ്റ്റ് 15 ജിന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നു, നേർപ്രയോഗ ദിനം ആയിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ നേർപ്രയോഗ ദിനം എന്ന് പറയുമ്പോൾ അന്ന് ആർക്കും അറിയില്ല. കാരണം അങ്ങനെ ഒരു എന്താണ് അതുകൊണ്ട് ഈ ഡയറക്റ്റ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പൊതുജനത്തിനോ പത്രക്കാർക്കോ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്കോ ഒന്നും അറിയില്ല. ജിന്ന അത് സൂചിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു തോക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാനും അറിയാം എന്ന് അനക്ഡോട്ടലായിട്ടൊക്കെ ജിന്ന പറയുന്നുണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ ഒരു തീവ്രത എന്ന് അറിയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിച്ച് 2-3 ദിവസം കൊണ്ട് ആളുകൾക്ക് മനസ്സിലായി എന്താ ഡയറക്റ്റ് ആക്ഷൻ. 5000 പേര് കൽക്കട്ടയുടെ തെരുവിൽ പെടഞ്ഞു വീണ് മരിച്ചു, 10-15,000 പേർക്ക് പരിക്കേറ്റു, 10-15,000 ഭവനങ്ങൾ തകർന്നുപോയി. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഇന്നലെ വരെ ജീവിച്ചിരുന്ന ജീവിതത്തിൻ്റെ സമാധാനത്തിൽ നിന്ന് എല്ലാവരും എടുത്തെറിയുകയാണ്. എല്ലാവരും ഒരു യുദ്ധക്കളത്തിൻ്റെ നടുവിലാവുകയാണ്. ഈ ഇതിന് തൊട്ട് പിന്നാലെ അന്നത്തെ ഹിന്ദുത്വ കക്ഷി ഹിന്ദു മഹാസഭയും ഈ വലിയ തരത്തിൽ അക്രമം അഴിച്ചുവിടുന്നു. കൽക്കത്ത യുദ്ധക്കളമായി ഒരാൾക്കും ഇടപെടാൻ പറ്റാത്ത വിധം ലഹള വ്യാപിക്കുകയാണ്. ഈ വർഗീയ ലഹള എന്ന് പറയുന്നത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മാറാട്, നമ്മളെ കേരളത്തിൽ നമ്മൾ പറയുമല്ലോ കേരളം പ്രബുദ്ധാണ്, വർഗീയ ലഹള അങ്ങനെയൊന്നും നോർത്തിൻ്റെ മാത്രം സംഗതിയാണെന്ന്. മാറാട് ഒരു കലാപം നടന്നിട്ടുണ്ട്, മാറാട് കടപ്പുറത്ത് വേപ്പൂര്. നിങ്ങൾ ആ ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം. ആ കലാപ സമയത്ത് ഞങ്ങൾ പിന്നീട് കലാപം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ പേര് അവിടെ പോയിരുന്നു. അന്ന് കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കടപ്പുറത്തെ എല്ലാ കുടിലുകളും നിമിഷ നേരം കൊണ്ട് കത്തിപ്പോയി. ആകെ ഒരു വീടാണ് അവിടെ കുറച്ച് കെട്ടുറപ്പുള്ള വീടുള്ളത്, പാവങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. കെട്ടുറപ്പുള്ളൊരു വീടുള്ളത് ഒരു വീട് മാത്രമാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ഈ ഫാനുകളൊക്കെ കത്തിക്കരിഞ്ഞ് ഒരു പ്രാചീന ഷഡ്പഥം പോലെ നോക്കിക്കുന്നു. ഒരു ദുരന്തത്തിൻ്റെ ഇൻസ്റ്റലേഷൻ പോലെയാണ് ആ വീട് കാണപ്പെട്ടത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ്. കൂലിക്ക് ആളെ വെച്ചാൽ നടക്കില്ലത്. ഇത്രയും കുടിൽ കത്തിച്ച് കളയാനും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാനും കൂലിക്ക് ആളെ വെച്ചാൽ നടക്കില്ല. പുറപ്പെട്ടാൽ ഇന്ത്യ എന്തായി തീരുന്നുള്ളതിൻ്റെ, ലോകം എന്തായി തീരുന്നുള്ളതിൻ്റെ നിദർശനം ആണ്, നമ്മുടെ കേരളത്തിൽ കണ്ടൊരു നിദർശനമാണ് ഈ പറയുന്ന മാറാട് കലാപം എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ കൽക്കട്ടയിൽ നടന്നങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര വലിയ ദുരന്തമായിരിക്കും. ഗാന്ധി അന്ന് സേവാഗ്രാമിലാണ്. ഗാന്ധി ഈ അധികാര കൈമാറ്റത്തിൻ്റെ സ്ഥലത്തു നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. സേവാഗ്രാമിൽ ആശ്രമത്തിൽ കഴിയുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ഗാന്ധി അപ്പം തന്നെ ആദ്യ സൂചന കൊടുത്തു. ഗാന്ധി പറഞ്ഞു, ഇത് നമ്മളിപ്പോൾ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ നടുക്കല്ല, ഇന്ത്യ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ നടുക്കല്ല, പക്ഷെ വക്കത്താണ്. അധികം താമസിയാതെ നമ്മൾ ഇതിൻ്റെ നടുക്കെത്തും. ഈ നടുക്കെത്തിയാൽ എന്താ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു കൂട്ടരെ അവശേഷിക്കും വരെ മറ്റേ കൂട്ടര് വിജയിക്കും വരെ ഒന്നുകിൽ അത് നീളും. ഏതെങ്കിലും ഒരു റേസ്, ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം, ഏതെങ്കിലും ഒരു റേസ് തുടച്ചു നീക്കും വരെ ഈ ലഹള കത്തിക്കൊണ്ടിരിക്കും. അതർവൈസ് ബ്രിട്ടീഷുകാരോട് ലോകം പറയും, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഇന്ത്യക്കാർക്ക് ഭരിക്കാൻ അറിഞ്ഞൂടാ. ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കൈകാര്യം ചെയ്യാൻ അറിയാത്ത മനുഷ്യരുടെ ഒരു കൂട്ടമാണ്. ബ്രിട്ടീഷ് പോലീസിനും പട്ടാളത്തിനും മാത്രം അടക്കി നിർത്താൻ കഴിയുന്ന മനുഷ്യരായി ലോകം നമ്മൾ എണ്ണും. അപ്പോൾ അവർ പറയും, ബ്രിട്ടീഷുകാർ, ലോക മനസാക്ഷി മൊത്തം പറയും, ബ്രിട്ടീഷുകാരോട് ഇവിടെ തുടരാൻ പറയും. എത്ര വർഷങ്ങളായി നമ്മൾ ഈ സ്വാതന്ത്ര്യ പോരാട്ടം നടത്തുന്നു. ഇങ്ങനെ സ്വാതന്ത്ര്യം കയ്യിലെത്തിയ ദൂരത്ത് നമ്മൾ തമ്മിൽ തല്ലിയാൽ ഈ രാജ്യം എന്താവെന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല. ലഹളയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പതുക്കെ പതുക്കെ കൽക്കട്ടയുടെ ഉൾപ്രദേശങ്ങളിലേക്ക്, നവഖാലി എന്ന് പറയുന്ന, ഇന്ന് ബംഗ്ലാദേശിൽ പറയുന്ന പ്രദേശത്തേക്ക് ഈ ലഹള നീങ്ങി. അവിടെ വലിയ തരത്തിലുള്ള പലതരം അക്രമ സംഭവങ്ങളുണ്ടായി. ഇത് ഉൾപ്രദേശമായതുകൊണ്ട് ആരും അറിയുന്നില്ല. ഇത് തുടങ്ങിയ സമയത്ത് അറിയുന്നില്ല. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പത്രങ്ങളൊക്കെ ഇത് പുറത്തു കൊണ്ടുവരുന്നത്. ഇതുകൂടി കേട്ടതോടെ ഗാന്ധി നവഖലിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുകയാണ്. അത് 1946 നവംബറിലാണ് ഗാന്ധി നവഖലിയിൽ പോകുന്നത്. അത് മുതൽ ഗാന്ധിയുടെ ജീവിതം എന്ന് പറയുന്നത് മുഴുവൻ ഈ പറയുന്ന ഈ ലഹളക്കിടയിലൂടെ ഇന്ത്യയെ രണ്ടായി പിളർക്കുന്ന, സമൂഹത്തെ രണ്ടായി പിളർക്കുന്ന ഈ കമ്മ്യൂണൽ ഫോഴ്സസിൻ്റെ പ്രവർത്തനങ്ങൾക്കിടയിലൂടെയുള്ള ഒരു നടത്തമായിരുന്നു ഗാന്ധിയുടെ ജീവിതം എന്ന് പറയുന്നത്. ഗാന്ധി സ്വയം പരിശോധിക്കുന്നുണ്ട്, സ്വയം ദുർബലനാവുന്നുണ്ട്. നമുക്ക് പരിചയമുള്ള ഒരു മഹാത്മാവ് എന്ന് വിളിക്കുന്ന ഒരു ഒഫീഷ്യൽ ഗാന്ധി അല്ല ആ പീരീഡിലെ ഗാന്ധി. അവിടെ മനുഷ്യർ തമ്മിലുണ്ടായ അവിശ്വാസം തുന്നിച്ചേർക്കാനായി ഗാന്ധി നടത്തിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എണ്ണമറ്റതാണ്. മാത്രമല്ല, ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഗാന്ധിക്ക് പഴയ പോലെ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യുമ്പോൾ ഗാന്ധിക്ക് ഒരു വലിയ ലീഡർഷിപ്പിനെ വളർത്തിയെടുത്തിരുന്നു. ഗാന്ധിയുടെ ചുറ്റും ആ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അതൊന്നുമില്ല. ഗാന്ധിയും കുറേ ഒരു നമ്മുടെ ഭാഷയെ പറയുകയാണെങ്കിൽ കുറേ സ്ത്രീകളും മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ആ സ്ത്രീകളിൽ പലരും ആദ്യമായിട്ടാണ് പൊതുപ്രവർത്തനം നടത്തുന്നത്. പലരും ഈ മനു ഗാന്ധി, ആഭാ ഗാന്ധി എന്നൊക്കെ പറയുന്ന പോലെ 10-15 വയസ്സൊക്കെ മാത്രമുള്ള സ്ത്രീകൾ. ഇവർക്ക് അറിയില്ല എന്താ പൊതുപ്രവർത്തനം, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. പക്ഷെ ഇവരെയും വെച്ചിട്ട് ഗാന്ധി നടത്തിയ ഐതിഹാസിക പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്ട് കുറച്ച് ദിവസം കൊണ്ട് 10-48 ഗ്രാമങ്ങൾ കാൽനടയായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ചെരുപ്പ് പോലും ഇടാതെ സഞ്ചരിക്കുന്നുണ്ട്. ഏതാണ്ട് 110 മൈൽ അവിടെ ഈ പറയുന്ന കാൽനടയായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ഇത് നടക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ബീഹാറിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ആരംഭിച്ചു. അത് ഈ പറയുന്ന ഹിന്ദു മഹാസഭയൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് ഹിന്ദു ഫനാറ്റിക്സ് എന്ന് വിളിക്കുന്ന ആ വിഭാഗം ബീഹാറിലെ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ തുടങ്ങി. ഒരു ഉദാഹരണം ഞാൻ പറയാം. മസൗർഗി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ മാത്രം 100-ൽ താഴെ മുസ്ലിങ്ങളെ കൊല്ലുകയാണ്. എന്ന് പറഞ്ഞാൽ നിഷ്കരുണം വധിക്കുകയാണ്. പല ഗ്രാമങ്ങളിൽ നിന്നും ആളുകളെ മുഴുവനായിട്ട്, മുസ്ലിം പോപ്പുലേഷനെ മുഴുവനായിട്ട് അവിടെ നിന്ന് ഇറേസ് ചെയ്യുന്ന തരത്തിൽ, അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്ന തരത്തിൽ ഉള്ള വർഗീയ ലഹളയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഗാന്ധി നവഖാലിയിലാണ് ആ സമയത്താണ് ബീഹാറിൽ ഇത് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇന്ത്യയുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഉള്ളിൽ ബോംബ് സൂക്ഷിച്ച ഒരു സമൂഹം പോലെയാണ്. എവിടെയും പൊട്ടാവുന്ന തരത്തിൽ ഈ വർഗീയ വികാരം എന്ന് പറയുന്നത് അത് ഏറ്റവും സാധാരണ വികാരമായിട്ട് മനുഷ്യരിൽ വരികയാണ്. ഈ ഹന്ന ആരൻഡ് എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാം, ജർമ്മനിയിലെ ഒരുപക്ഷെ ഈ പോസ്റ്റ് ഫാസിസ്റ്റ് കാലത്തെ ഏറ്റവും വലിയ തത്വചിന്തക എന്ന് വിളിക്കാവുന്ന ഹന്ന ആരൻഡ് ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറയുന്ന ഒരു സങ്കല്പനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആർട്ട് വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്കും ബാക്കി വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്കും പരിചയപ്പെടേണ്ട ഒരാളാണ് ഹന്ന ആരൻഡ്. ഹന്ന ആരൻഡിൻ്റെ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് പറഞ്ഞാൽ തിന്മയുടെ സാധാരണത്വം. ഒരു ഫാസിസത്തിൽ നടക്കുന്നത് ഈ തിന്മയുടെ സാധാരണത്വമാണ്. എന്ന് പറഞ്ഞാൽ തിന്മ സ്വാഭാവികമായ കാര്യമാണെന്ന് നമുക്കിപ്പം ഒരു അനീതി പുറത്ത് കാണുമ്പോൾ നോന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അതില്ലാതാവും. അത് ഇല്ലാതായി കഴിഞ്ഞാൽ അതൊരു സാധാരണ കാര്യവും. അത് ഏറ്റവും പെനിട്രേറ്റ് ചെയ്ത് സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ അടിസ്ഥാന തലം വരെ അത് വ്യാപിക്കും. അത് വ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡിവൈഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ഇല്ലാതാവും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിപ്പോൾ നാളെ രാവിലെ എണീറ്റ്
കോളേജിലേക്ക് വരണം, പഠിക്കണം, അല്ലെങ്കിൽ സുഹൃത്തിനെ കാണണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ആലോചിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. നാളെ എന്നെ റോട്ടിൽ കാണുന്ന ആദ്യത്തെ ആൾ കത്തിയെടുത്ത് കുത്തുന്നു പറയുന്ന ഒരു സമൂഹസ്ഥിതി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എന്തായി തീരുന്ന ആലോചിച്ച് നോക്ക്. അത്തരം ഒരവസ്ഥയെ കൂടിയായിരുന്നു ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതാണ് ഈ നവഖലി മാർച്ചിൽ ഗാന്ധി പഠിച്ച ഒരു പാഠം എന്ന് പറഞ്ഞാൽ അതൊരു സന്ദർശനമായിരുന്നില്ല. ഇപ്പം നമ്മളെ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭരണാധികാരി സന്ദർശിക്കും, തിരിച്ചു പോവും. ഇതല്ല, ഇത് നവഖലിയിലെ മുറിവ് ഉണക്കാതെ ഞാൻ അവിടുന്ന് പോവില്ല എന്നുള്ള തരത്തിലാണ് ഗാന്ധി അവിടെ സഞ്ചരിക്കുന്നത്. ഇത് ഒരു തരത്തിൽ അവിടെ ഒരു ശാന്തിയുടെ ആദ്യ കിരണങ്ങൾ കൊണ്ടുവരാൻ വന്നപ്പോൾ അത്തരം ഒരു സ്ഥിതി സംജാതമായപ്പോഴാണ് ഗാന്ധി ബീഹാറിലേക്ക് പോകുന്നത്. ബീഹാറിലും ഇതേപോലെ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഗാന്ധി പോകുന്നുണ്ട്. ഗാന്ധി സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും ഈ പറയുന്ന അക്രമകാരികൾ തന്നെ ഒരു ഘട്ടത്തിൽ ഈ പ്രവർത്തനം ഒരു ഘട്ടെത്തുമ്പോൾ തിരിച്ചു വന്ന് ഗാന്ധിയോട് പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ പ്രവർത്തനം നടത്തിയതിന് ശേഷമാണ് സ്വാതന്ത്ര്യം വരുന്നത്. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ഗാന്ധി നവഖലിയിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരുന്നത്. നവഖലിയിലേക്ക് വീണ്ടും പോകാനാണ് നിശ്ചയിച്ചിരുന്നത്. കാരണം അപ്പോഴേക്ക് വിഭജനം നടന്നു. നവഖലി എന്ന് പറയുന്നത് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിലായി. ബംഗ്ലാദേശ് രൂപം കൊള്ളുന്ന ആ സ്ഥിതിവിശേഷം രൂപം കൊണ്ടു. അപ്പോൾ ഒരു രാജ്യം തന്നെ ഇന്നലത്തെ അവസ്ഥയല്ല, ഒരു രാജ്യം തന്നെ പിളരുകയാണ്. ഈ സ്ഥലം വേറെ സ്ഥലത്താവുകയാണ്. അപ്പം അതുകൊണ്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് എന്ന് പറയുന്നത് പിൽക്കാല ഒരു ചരിത്രത്തിൽ കൂടി പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യ ഒരു രാജ്യമായിരുന്നു, ഇന്ത്യൻ ജനതയായിരുന്നു. അത് രണ്ടായി പിളരുമ്പോൾ വലിയ ശത്രുത തന്നെത്താൻ ഉണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ അതും ചരിത്രം അടിച്ചേൽപ്പിക്കുന്ന ശത്രുതയാണ്. നമ്മളിപ്പോൾ കുട്ടികളോട് വിളിച്ചു ചോദിച്ചാൽ പറയും നിങ്ങളുടെ ശത്രു ആരാന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ എന്ന് പറയും. എങ്ങനെയാണ് പാകിസ്ഥാൻ ശത്രുവാകുന്നത്? എങ്ങനെയാണ് ആ പൊതുബോധം വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു രാജ്യമായിരുന്ന ഒരു സ്ഥലമാണ്, രാഷ്ട്രീയ കാരണങ്ങളാൽ രണ്ടായി വിഭജിക്കപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വലിയ വൈരം, വലിയ ഹെയ്റ്റ് രൂപം കൊള്ളുന്നു. ലോകത്തെല്ലായിടത്തും ശത്രുത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ചില മനുഷ്യരെ നിങ്ങൾക്ക് കാരണമൊന്നും കൂടാതെ ഉപദ്രവിക്കാം, കാരണമൊന്നും കൂടാതെ കാരണമൊന്നും കൂടാതെ ദുരിതങ്ങൾ അവർക്ക് മേൽ വിതറാം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം എത്തുന്നത്. ഇപ്പോൾ ഗാസയിൽ കഴിഞ്ഞ ദിവസം വരെ ഈ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, കണ്ണ് തുറക്കുന്ന കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു ലോകം ഇന്നും നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എത്ര ആധുനികമായി നമ്മളിപ്പോൾ വലിയ തരത്തിലുള്ള സമത്വങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷെ ആ സമത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതർ സൈഡിൽ അപ്പുറത്ത് കണ്ണു തുറക്കുന്ന കുഞ്ഞിൻ്റെ മുകളിൽ ബോംബ് വീഴുകയാണ്. ആരാണ് ഉത്തരവാദി? എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാസയിൽ അവർ അറബ്സാണ്. അറബ്സിനെ ജൂതർക്ക് യാതൊരു ബന്ധവുമില്ല. മനുഷ്യരും തമ്മിലുള്ള ബന്ധമല്ല അറബ്സും ജൂവും തമ്മിലുള്ളതെന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. ഈ ഇക്വേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലും ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതാണ് ഗാന്ധി ശമിപ്പിച്ചത്. അപ്പോൾ നവഖലി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ഗാന്ധി കരുതിയിരുന്നു. ഭാവിയിൽ പോലും ഒരു സമാധാനത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് നവഖലിയെ മാറ്റണമെന്ന് ഗാന്ധി വിശ്വസിച്ചിരുന്നു. പക്ഷേ കൽക്കട്ടയിലെത്തിയപ്പോൾ ഈ 47 സ്വാതന്ത്ര്യദിനത്തിൻ്റെ അടുത്ത് കൽക്കട്ടയിലെത്തിയപ്പോൾ കൽക്കട്ട കത്തിയെരിയാൻ തുടങ്ങിയിരുന്നു. കൽക്കട്ടയിൽ ഈ വിഭജനത്തിൻ്റെ വാർത്തയും ഒക്കെ ഉണ്ടാക്കിയ ആ വലിയ സംഭവ വികാസങ്ങൾ കൽക്കട്ടയെ വീണ്ടും ഒരു തീച്ചൂളയാക്കി മാറ്റിയിരുന്നു. ഡയറക്റ്റ് ആക്ഷൻ ഡേക്ക് ശേഷം വീണ്ടും വലിയ ഒരു ദുരന്തത്തിൻ്റെ കേന്ദ്രമായിട്ട് കൽക്കട്ട മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഭരണാധികാരികളുടെ ഒക്കെ നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി കൽക്കത്തയെ തങ്ങാൻ നിർബന്ധിതനാവുകയാണ്. ആ സമയത്താണ് സ്വാതന്ത്ര്യദിനം വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതെങ്കിലും ഒരു സമരനായകൻ ആ സമരത്തിൻ്റെ ഫലം കിട്ടുന്ന മൊമെൻറ്റിൽ, ആ സമരത്തിൻ്റെ ഫലം കൊയ്യുന്ന മൊമെൻറ്റിൽ അവിടെ ഇല്ലാതെ പോയിട്ടുണ്ടോ? നെൽസൺ മണ്ടേല പൊരുതി ഒരുപാട് കാലം ജയിലിൽ കിടന്നു. പക്ഷെ നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആവുകയാണ് പിന്നീട്, സ്വതന്ത്ര. നെൽസൺ മണ്ടേലയുടെ റൈറ്റ് കൂടിയാണത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഗാന്ധി ഡൽഹിയിൽ പോലും ഇല്ല. ഈ സമരം നയിച്ച നായകൻ സമരത്തിൻ്റെ റിസൾട്ട് കൊയ്യുന്ന വേളയിൽ ആ കേന്ദ്രത്തിൽ പോലും ഇല്ല. കൽക്കട്ടയിലാണ്, ദൂരെയാണ്, മനുഷ്യർ തമ്മിൽ അടിക്കല്ലേ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അന്ന്
കൽക്കട്ടയിൽ വലിയൊരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ഈ ഗാന്ധിയുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായ ഒരു സമാധാനം ആ മീറ്റിങ്ങിൽ പ്രതിഫലിക്കുന്നുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ച് ഒരു ട്രക്കിൽ സ്വാതന്ത്ര്യത്തെ അഭിവാദനം ചെയ്ത് സഞ്ചരിക്കുന്നുണ്ട്. അവരോട് സംസാരിക്കുന്നുണ്ട്. ഖിലാഫത്ത് മൂവ്മെന്റിന് ശേഷം ഇപ്പോൾ ഞാൻ കാണുന്ന ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഐക്യമാണ് ഇന്ത്യയെ നിലനിർത്താൻ പോകുന്ന ഐക്യം എന്ന് പറഞ്ഞാൽ, ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് മതാധിഷ്ഠിതമായ എന്ത് പ്രവർത്തനവും വലിയ തരത്തിലുള്ള ദുരന്തം ഉണ്ടാക്കും, ഒരു സംശയവുമില്ല. നമ്മളെപ്പോലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ ഏതെങ്കിലും വഴിക്ക് സഞ്ചരിച്ചാൽ വേഷം മാറുന്ന, ഭാഷ മാറുന്ന, ഭക്ഷണ രീതി മാറുന്ന, ആരാധനാ രീതി മാറുന്ന രാഷ്ട്രമാണ്. ഇവിടെ എൻ്റെ മതമാണ് ശരി എന്ന് പറഞ്ഞൊരു ചുവട് വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിലുള്ള സമാധാനത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാക്കില്ല, മറിച്ച് വലിയ തരത്തിലുള്ള അക്രമത്തിൻ്റെ സ്ഫോടനമാണ് ഉണ്ടാക്കുക. അപ്പം അതുകൊണ്ട് കൽക്കട്ടയിൽ അങ്ങനെ നിർത്തി. ആ സമയത്ത് ഓഗസ്റ്റ് 15 അങ്ങനെ നിർത്തി. പക്ഷെ 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥിതി തകർന്ന് തരിപ്പണമായി. മാത്രമല്ല, ഗാന്ധിയെ തന്നെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ പിളർപ്പ് വലിയ തരത്തിൽ സംഭവിക്കുകയാണ്. അപ്പൊ ഗാന്ധി അവിടെ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ തടസ്സപ്പെടുത്താൻ, ഇതിനെതിരെയുള്ള ഒരു സമരമാർഗം എന്നുള്ള നിലയ്ക്ക് ഗാന്ധി ചെയ്തൊരു കാര്യം, അന്ന് ബംഗാൾ പ്രധാനമന്ത്രിയായിരുന്ന, പ്രീമിയർ എന്നാണെന്ന് വിളിക്കുക മുഖ്യമന്ത്രി പദവി, പ്രീമിയർ ആയിരുന്ന ഷഹീദ് സുഹ്രവർദി എന്ന് പറയുന്ന ജിന്നയുടെ പാർട്ടിക്കാരനോട് പറയാണ്, നിങ്ങൾ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്. നിങ്ങൾ കോട്ടും സൂട്ടും ഇടുന്ന ആളാണ്, ഞാൻ അർത്ഥനഗ്നനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളെയും വേഷം തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമല്ല ഞാൻ കഴിക്കുന്നത്. ഇങ്ങനെ നമ്മൾ തമ്മിൽ വ്യത്യാസം കുറേയുണ്ട്. മാത്രമല്ല, ഇപ്പം നിങ്ങൾ പാകിസ്ഥാൻകാരനെ കൂടി ആയിരിക്കുകയാണ്, ഞാൻ ഇന്ത്യക്കാരൻ. നമ്മളെ രാജ്യം തന്നെ രണ്ടായിരിക്കുകയാണ്. പക്ഷെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളൊരു സാമൂഹ്യ ജീവിതത്തിന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി നമുക്ക് 2 പേർക്കും ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുക എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അതൊരു പ്രശ്നമല്ല. നിങ്ങളുടെ ജീവിതവും എൻ്റെ ജീവിതവും, എൻ്റെ അഭിപ്രായവും നിങ്ങളുടെ അഭിപ്രായവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ ഒരു കൂരയ്ക്ക് കീഴിൽ നിങ്ങൾ ജീവിക്കാം, നമുക്ക് ജീവിക്കാം, ഒരു പ്രയാസമില്ല. ഒരു ഗ്രാമത്തിൽ എത്രയോ മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്, ഒരു നഗരത്തിൽ എത്രയോ അഭിപ്രായ വ്യത്യാസമുള്ള മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യത്യസ്തതകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവാണ്. പക്ഷെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തം അത് തന്നെയാണ്. അവിടേക്കാണ് ഗാന്ധി കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവർ 2 പേരും ബലിയാഘട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ, ഹൈദരി മൻസിൽ എന്ന് പറയുന്ന കെട്ടിടത്തിൽ താമസിക്കുകയാണ്. അവിടെയാണ് ആക്രമണം ഉണ്ടാവുന്നത്, അവിടേക്കാണ് അക്രമകാരികൾ എത്തുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സമരമാർഗങ്ങൾ ഉപയോഗിച്ചിട്ടും ഇത് കെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഗാന്ധി സ്വന്തം ശരീരത്തെ മുൻനിർത്തിയുള്ള, ഗാന്ധി തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരമാർഗത്തിലേക്ക് നീങ്ങുന്നത്. കൽക്കട്ടയിൽ 72-73 മണിക്കൂർ, സെപ്റ്റംബർ 1 മുതൽ 72-73 മണിക്കൂർ ഗാന്ധി നിരാഹാരം ഇരിക്കുകയാണ്. ആ നിരാഹാരമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഇന്ത്യയാക്കി നിർത്തിയത്. അല്ലെങ്കിൽ പൊട്ടിപ്പൊളിഞ്ഞു പോയേനെ. ശരിക്കും നോക്കും, ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ മനു ഗാന്ധി എന്ന ഗാന്ധിയുടെ കൂടെ ഉണ്ടായിരുന്ന മനു പിൽക്കാലത്ത് പല ഓർമ്മക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഓർമ്മക്കുറിപ്പിൽ ഒരു സ്ഥലത്ത് ഗാന്ധിയെ തയ്യൽക്കാരെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കീറിയ ഇന്ത്യയെ ഇങ്ങനെ തുന്നി എടുക്കുകയായിരുന്നു ഗാന്ധി എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനുഷ്യർക്കിടയിലുള്ള വിഭജനങ്ങളെ എമ്പാടും തടഞ്ഞു നിർത്തി ഒന്നിപ്പിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ഫേസിൽ ഡൽഹിയിലെത്തുന്നത്. അപ്പോൾ കൽക്കട്ട ശാന്തമാക്കി, ബീഹാർ ശാന്തമാക്കി, നവഖലി ശാന്തമാക്കി, ഇതിന് ശേഷമാണ് അവസാനം ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ ഉണ്ടായി, ഈ ലാഹോറിൽ നിന്നും കറാച്ചിയിൽ നിന്നൊക്കെയുള്ള ഈ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് സിഖുകാരും ഹിന്ദുക്കളും മുഴുവൻ ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് അടിഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിലെ 4-ൽ ഒരാൾ അഭയാർത്ഥിയായിട്ട് മാറി. ഡൽഹി ആണെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ പോയിക്കെടുക്കുകയാണ്. നിങ്ങൾക്കറിയാം, പുതിയ ഗവൺമെൻറ് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ അധികാര പരിധി എന്താണെന്ന് പോലും തിരിച്ചറിയാത്തൊരവസ്ഥയാണ്. മാത്രമല്ല, ഇതൊക്കെ സംവിധാനം ചലിപ്പിക്കേണ്ട എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദം തകർന്നുപോയി. കാരണം കുറേ ആൾക്കാർ പാകിസ്ഥാനിലേക്ക് പോകുന്നു, ആ ഭാഗത്തുനിന്ന് കുറേ ആൾക്കാർ, കുറേ ഉദ്യോഗസ്ഥർ ഇന്ത്യയിലേക്ക് വരുന്നു, പോലീസ് സേനയൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ സമയത്താണ് ഈ അഭയാർത്ഥികൾ മുഴുവൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഖോൽദോ കഥയിലെ
സംഭവങ്ങളൊക്കെ അത്തരം സംഭവങ്ങൾ പേറി ഈ മനുഷ്യർ ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തുമ്പോൾ ഇവർക്ക് താമസിക്കാൻ സ്ഥലമില്ല, ഭക്ഷണമില്ല, മരുന്നിന് പൈസയില്ല. എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ദിവസം ഓടിപ്പോകേണ്ടി വന്ന മനുഷ്യർ നിങ്ങളുടെ രാജ്യം അതാണെന്ന് പറഞ്ഞ് തള്ളിയിട്ടപ്പോൾ ഈ രാജ്യത്തിന് ഒന്നും കൊടുക്കാനില്ല, മുഴുവൻ അവ്യവസ്ഥ. അപ്പോൾ ഈ സന്ദർഭത്തെ അന്നത്തെ ഹിന്ദുത്വ ഫാസിസ്റ്റ് കക്ഷിയായ ഹിന്ദു മഹാസഭയും മറ്റ് ഹിന്ദുത്വ കക്ഷികളും അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻ്റായിട്ട് കരുതുകയാണ്. അവർ വിചാരിക്കുകയാണ്, കാരണം പാകിസ്ഥാൻ ഉണ്ടായി, പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രമാണ്, ഇസ്ലാമിക രാഷ്ട്രമായ പാകിസ്ഥാൻ ഉണ്ടായെങ്കിൽ മറ്റത് ഹിന്ദു രാഷ്ട്രമല്ലേ എന്ന് പറയുന്നത് ചോദ്യം വെക്കുകയാണ്. വളരെ എളുപ്പത്തിൽ അത് സ്വീകരിക്കും. പക്ഷെ ഇന്ത്യ മതേതര രാഷ്ട്രമായിട്ട് നിലനിന്നു. എന്താ കാരണം? നമ്മൾ വിശദമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ കോയൻ ചെലവാവും എന്നറിഞ്ഞ് ഹിന്ദു മഹാസഭയെ പോലെയുള്ള ഹിന്ദുത്വ ഫാസിസ്റ്റ് കക്ഷികൾ വലിയ പ്രചരണം നടത്തിയിട്ടും ഇന്ത്യ മതേതര രാജ്യമായിട്ട് നിന്നു? ഒരു കാരണം ഗാന്ധിയെ പോലെയുള്ള വലിയ നേതാക്കൾ ഉണ്ടായതാണ്. എല്ലാ വലിയ നേതാക്കളും, ഗാന്ധി ആയിക്കോട്ടെ, അംബേദ്കർ ആയിക്കോട്ടെ, നെഹ്റു ആയിക്കൊള്ളട്ടെ, ലോഹി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, സോഷ്യലിസ്റ്റ് പാർട്ടി ആയിക്കൊള്ളട്ടെ, എല്ലാവരും ഒരൊറ്റ കാര്യത്തിൽ ചോദിച്ചു, ഇന്ത്യ മതേതര രാഷ്ട്രമായിട്ട് നിലകൊള്ളണം. രണ്ടാമത്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും പാകിസ്ഥാൻ ഉണ്ടായപ്പോഴും അങ്ങോട്ട് പോയില്ല, ഞങ്ങൾക്ക് ഇവിടെ മതി എന്ന് പറഞ്ഞു. അത് മുസ്ലിം ജനത അന്നെടുത്ത, ഇന്ത്യയിലെ മുസ്ലിം ജനത അന്നെടുത്ത വലിയ തീരുമാനങ്ങളിൽ ഒന്നാണ്. കാരണം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കുന്നു, അവിടേക്ക് പോകാം. അല്ല, ഇസ്രായേൽ ഉണ്ടായപ്പോൾ ജൂതർ മുഴുവൻ വന്ന പോലെ ഇന്ത്യൻ ഭൂപ്രദേശത്തെ മുസ്ലിമിന് പാകിസ്ഥാൻ പോലെ ഒരു രാജ്യം ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോകാമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് പോയോ ആരെങ്കിലും? വളരെ വിരലിലുണ്ടാവുന്നവർ മാത്രം. പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നു. ഇവിടെ നിൽക്കുന്നത് എന്തുറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ വലിയ മനുഷ്യർ, ലാംപ് പോസ്റ്റ് പോലെയുള്ള മനുഷ്യർ ആ വെളിച്ചം ചൊരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഈ ഹിന്ദു മഹാസഭ അവരോട് പറഞ്ഞത്, ഈ പറയുന്ന അഭയാർത്ഥികളോട്, കഷ്ടപ്പെട്ടോടി വന്ന സെൻസിറ്റീവായ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഇവിടുത്തെ ഡൽഹിയിലെ മുസ്ലിം പാകിസ്ഥാനി പോകുന്നില്ലെങ്കിൽ അവരെ തല്ലി ഓടിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ കയറി താമസിക്കുക, അവരെ പള്ളികൾ കൈയടക്കുക. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവരുടെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ജീവിക്കാൻ ഇവിടെ പറ്റില്ലെന്ന് തോന്നിയാൽ പാകിസ്ഥാനിലേക്ക് പോവാം. ഇങ്ങനെയാണ് അവസ്ഥ. ഗാന്ധി അവിടെ എത്തുമ്പോൾ ഒന്ന്, അവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഈ അഭയാർത്ഥി ഹിന്ദുക്കൾക്ക് അങ്ങേയറ്റത്തെ കഷ്ടപ്പാട്. കൊടും ശൈത്യമാണ് അന്ന് ഡൽഹിയിൽ. ഈ കൊടും ശൈത്യകാലത്ത് കെടുക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ അവര് ആകെ അസ്വസ്ഥരാണ്. തിരിച്ച് അപ്പുറത്തെ മുസ്ലിങ്ങൾ, ഡൽഹിയിലെ മുസ്ലിങ്ങളാകട്ടെ, അവിടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, സ്വന്തം കച്ചവടം നടത്താൻ പറ്റുന്നില്ല, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരവസ്ഥയിലും ഗാന്ധി വരുമ്പോൾ ഡൽഹി അത്തരം ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് സിറ്റി ഓഫ് ഡെഡ് എന്നാണ് വരണം. അവിടെ സാധാരണയാണ് തെരുവിൽ തല്ല്, മരണം, ശവം വീഴുന്നത്, ഇതൊക്കെ സാധാരണ സംഭവമാവുകയാണ്. സിറ്റി ഓഫ് ഡെഡ് എന്നാണ് ഗാന്ധി വിളിക്കുന്നത്. മൃതനഗരത്തിലേക്കാണ് ഞാൻ എത്തിയെന്നാണ് ഗാന്ധി എഴുതുന്നത്. ഇവിടെ നിന്ന് ഈ വിശ്വാസം ആർജിക്കണം എന്ന് പറഞ്ഞാൽ നവഖലിയിൽ സംഭവിച്ച പോലെയല്ല, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ഇവർ പുറത്തുനിന്ന് ഒന്നാണ്. നവഖലിയിലൊക്കെ അവിടെ തന്നെയുള്ള മനുഷ്യർ തമ്മിലുള്ള ഒരു വിഭജനമാണ്. ഇതങ്ങനെയല്ല, ഇത് കറാച്ചിയിൽ നിന്ന് ലാഹോറിൽ നിന്ന് വന്ന ആളുകളാണ് ഈ പറയുന്ന. അപ്പൊ സെന്റിമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല ഒരു തരത്തിലും. അവിടെ ഗാന്ധി പറഞ്ഞ പോലെ പലവട്ടം പരിശ്രമിച്ചു, പലതരത്തിൽ ഐക്യണ്ടാവാൻ ശ്രമിച്ചു. അവസാനം സ്വന്തം ശരീരത്തെ മുൻനിർത്തിയുള്ള ഈ നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് നീങ്ങാണ്. 78ാമത്തെ വയസ്സിലാണ് ഇത് നീങ്ങുന്നത്. 78 വയസ്സെന്ന് പറയുമ്പോൾ ഇന്ന് അത്ര വലിയ വയസ്സല്ല. നിങ്ങൾ വെറുതെ ഗൂഗിൾ ഒന്ന് ചെയ്തു നോക്ക്. അതായത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ശരാശരി ആയുസ് എത്രയായിരുന്നു എന്ന് ഞെട്ടിപ്പോവും നിങ്ങൾ. അന്ന് ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 31 വയസ്സാണ്. ഇന്ത്യയിലെ മനുഷ്യരുടെ, പുരുഷൻ്റെ ശരാശരി ആയുസ് 31 വയസ്സ്, സ്ത്രീയുടെ 34 വയസ്സ്. ഗൂഗിൾ ചെയ്ത് നോക്ക്. ആ സമയത്താണ് 78 വയസ്സ്. ഇപ്പോൾ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 80 വയസ്സൊക്കെയാണെന്നാണ് ഓർമ്മ എൻ്റെ ഇന്ത്യക്കാരുടെ. എന്ന് പറഞ്ഞാൽ അപ്പം 160 വയസ്സ് പ്രായമുള്ളതിൻ്റെ ഏതാണ്ട് ആ സ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ അത്ര ഫ്രജൈലാണ് ഗാന്ധി. ഏത് സമയം തളർന്ന് വീഴാവുന്ന, ഏത് സമയം കൊളാപ്സ് ചെയ്യാവുന്ന ഒരു ശരീരവും വെച്ചിട്ടാണ് ഈ സമരത്തിന് പോകുന്നത്. ജനുവരി 13 മുതൽ 18 വരെ, 48 ജനുവരി 13 മുതൽ
18 വരെ ഡൽഹിയിൽ ഇരിക്കുകയാണ് നിരാഹാര സമരം. ആദ്യത്തെ ദിവസം ഈ അഭയാർത്ഥികൾ വന്ന് മാർത്തേ ഹൈത്തോ മാർണേതോ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഗൂൻസെ ബദലെ ഗൂൻഹെ എന്ന് വിളിക്കുന്നുണ്ട്. ചാവാൻ വിചാരിച്ചവർ ചത്തുപോട്ടെ എന്ന് പറയുന്നുണ്ട്. രക്തത്തിന് പകരം രക്തം എന്ന് വിളിക്കുന്നുണ്ട്. പകരം വീട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെ വെറുപ്പ് നിറഞ്ഞ മുദ്രാവാക്യങ്ങളാണ് ഗാന്ധിക്കെതിരെയും പൊതുവിൽ പരസ്പരം ഉള്ള കമ്മ്യൂണിറ്റികൾക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന ഡൽഹിയിൽ 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസത്തേക്ക് നിരാഹാരം വന്നപ്പോൾ പതുക്കെ താന്നു തുടങ്ങി. 15-ാം തീയതി 18-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ ഇനി വെറുപ്പല്ല സ്നേഹമാണ് നയിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ അറിവിലേക്ക് സൊസൈറ്റി മാറുകയാണ്. സിഖുകാർ മാറുന്നു, മുസ്ലിങ്ങൾ മാറുന്നു, ഹിന്ദുക്കൾ മാറുന്നു. പരസ്പരം ഒന്നിച്ച് ജീവിക്കാം എന്നുള്ള ഒരു കരാറ്, മനുഷ്യത്വത്തിൻ്റെ കരാറ് അവർക്കുള്ളിൽ രൂപം കൊള്ളുകയാണ്. പക്ഷേ ഗാന്ധി അത് പേപ്പറിലാക്കണം എന്ന് പറഞ്ഞു. ഗാന്ധി പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞിരുന്ന ഗാന്ധി അവസാനമായിട്ട് സന്ദർശിച്ച തീർത്ഥാടന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് വാരണാസിയിലെ അമ്പലമോ രാമേശ്വരത്തെ അമ്പലമോ ഒന്നുമല്ല. അത് ഡൽഹിയിൽ മെഹ്റോളിയിലുള്ള ഖാജ കുത്ബുദ്ദീൻ ബക്തിയാർ എന്ന് പറയുന്ന ഒരു സിദ്ധൻ്റെ മുസ്ലിം ആരാധനാ കേന്ദ്രത്തിലേക്കാണ് അവസാനം പോകുന്നത്. കാരണം ഗാന്ധിയുടെ ഒരു കണ്ടീഷൻ അതായിരുന്നു. ഈ കണ്ടീഷൻ കുറേ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ജനങ്ങളോടുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് ഖാജ കുത്ബുദ്ദീൻ്റെ ഖബറിലെ ഉറൂസ് എല്ലാ വർഷവും ആഘോഷിക്കുന്നതാണ്. ഇത്തവണ അത് ആഘോഷിക്കാൻ പറ്റില്ല. കാരണം ഈ വിഭജനത്തിൻ്റെ ഫലമായിട്ട് വന്ന ഈ അഭയാർത്ഥികൾ മുഴുവൻ ഇത് കയറി പാർത്തിരിക്കുകയാണ്. ഈ സിദ്ധൻ്റെ ഈ പള്ളി കൈയടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ നിന്ന് ഇറക്കിയതിന് ശേഷം ഇക്കൊല്ലം നമുക്ക് എല്ലാവർക്കും കൂടി അത് ആഘോഷിക്കാം എന്ന് പറയുന്നുണ്ട്. ഗാന്ധി അവസാനം പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷം എന്ന് പറയുന്നത്, ഇപ്പോഴും നെറ്റ് തപ്പിയാൽ അതിൻ്റെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം അങ്ങനെ ഡൽഹിയും ഗാന്ധിയുടെ അവസാനത്തെ സമാധാന ശ്രമവും ഒരർത്ഥത്തിൽ വിജയിച്ചു. ഇപ്പം നമ്മളിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മതേതരത്വം എന്ന് പറയുന്ന ആശയം ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ആശയമാണ്. ഈ മതേതരത്വം എന്ന് പറയുന്ന ആശയം ഭരണഘടനയിൽ എഴുതി വെച്ചോണ്ട് അനുസരിക്കണം എന്നുള്ളതല്ല, മറിച്ച് ഇന്ത്യയിലെ ജനജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ആശയം അല്ലാണ്ട് പോകാൻ പറ്റില്ല. ഈ ആശയമില്ലെങ്കിൽ ഇന്ത്യ പൊട്ടിപ്പൊളിഞ്ഞു പോകും, തകർന്നു പോകും, 100,000 കഷ്ണങ്ങളായിട്ട് ചെതറിപ്പോവും. 100,000 കഷ്ണങ്ങളായിട്ട് ചെതറിയിട്ട് എന്തെങ്കിലും സമാധാനം കിട്ടും? പാകിസ്ഥാൻ ഇസ്ലാമിക രാഷ്ട്രം, പാകിസ്ഥാന്റെ ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പാകിസ്ഥാനിൽ ഒരു ദിവസം പോലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്ത്യയെ പറയുന്ന ഈ ഹൈന്ദവ ഫാസിസം എന്നൊക്കെ പറയുന്നത് നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഏത് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ തെറ്റാണെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിടത്തും ഈ മതാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഫാസിസത്തിന്, ഒരു സർവാധിപത്യത്തിന് മനുഷ്യർക്കുള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു തുള്ളി ഇടാൻ സാധിച്ചിട്ടില്ല, സന്തോഷത്തിൻ്റെ ഒരു തുള്ളി നിക്ഷേപിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഗാന്ധിയെ എന്തിനാണ് അവർ വധിച്ചതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ 2 വർഷം നോക്കിയാൽ മതി. കാരണം ഒരു മതാധിഷ്ഠിത ഫാസിസ്റ്റ് രാജ്യം ആകുന്നതിൽ നിന്ന് ഇന്ത്യയെ തടഞ്ഞു നിർത്തിയ ഒരു ഹിമാലയൻ പ്രസൻസ് ആയിരുന്നു ഗാന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നാഥറാം ഗോഡ്സെയും അന്നത്തെ ഈ പറയുന്ന ഹിന്ദു മഹാസഭയുടെ സവർക്കറൈറ്റുകൾ എന്ന് വിളിക്കുന്ന സവർക്കറുടെ അനുയായികളൊക്കെ ചേർന്നിട്ട് ഇദ്ദേഹത്തെ ഈ ചരിത്രത്തിൻ്റെ വഴിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചന തുടങ്ങുന്നതും ജനുവരി 30-ന് അത് വൈകിട്ട് 5:17 അത് സാധിച്ചെടുക്കുന്നതും. അപ്പം ഇതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ്. ഞങ്ങൾ ചെയ്തത്, അപ്പം ഞാനും സുധീഷ് ഇവിടെ ഉണ്ട്. സുധീഷാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ. ഈ എക്സിബിഷൻ്റെ ഒരു വിഷ്വലൈസർ എന്ന് പറയുന്ന ആ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരാൾ സുധീഷിൻ്റെ എക്സിബിറ്റ്സുകളാണ് അധികം ഉള്ളത്. ഞങ്ങൾ ചെയ്തത് ഈ 46 മുതൽ 48 വരെയുള്ള ഗാന്ധി സഞ്ചരിച്ച ആ ദേശങ്ങളിലൂടെ ഞങ്ങൾ ഒന്ന് റീവിസിറ്റ് ചെയ്തു. ഞങ്ങൾ നവഖലിയിൽ പോയി, ഞങ്ങൾ ബീഹാറിൽ പോയി, ഞങ്ങൾ കൽക്കട്ടയിൽ ഗാന്ധി വന്ന ഈ നേരത്തെ പറഞ്ഞ ഹൈദരി മൻസിൽ പോലെയുള്ള ഗാന്ധിയും സുഹ്രവർദിയും ഒന്നിച്ച് താമസിച്ച സ്ഥലങ്ങളിൽ പോയി. അതുപോലെ തന്നെ ഡൽഹിയിൽ ബിർള ഹൗസ് അടക്കമുള്ള ഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലത്ത് വരെ പോയി. അപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് അതിൻ്റെ പല അടരുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അനുഭവം എന്ന് പറയുന്നത് ഗാന്ധിയുടെ സ്മരണ
ഈ ഭരണകൂടം തന്നെ നമ്മുടെ ഈ രാഷ്ട്ര ശരീരത്തിൽ നിന്നും ചരിത്ര ശരീരത്തിൽ നിന്നും മാച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഉദാഹരണത്തിന് ബിർള ഹൗസിൽ ഒന്ന് പോയി നോക്കുക. ബിർള ഹൗസ് ഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലമാണ്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ഇപ്പം അതിൻ്റെ മുകളിലൊരു ഡിജിറ്റൽ മ്യൂസിയം ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധി വെടിയേറ്റ് വീണ സ്ഥലത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് വീണ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കും നമ്മുടെ മുൻധാരണ? എബ്രഹാം ലിങ്കന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള എല്ലാ ധാരണയും അവിടെ നിന്ന് കിട്ടും. അല്ല, ആരാ കൊന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, അവരിൽ ആരൊക്കെ പിടിച്ചു, ആരൊക്കെ വിചാരണ ചെയ്തു, ഇതൊക്കെ കിട്ടുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. നിങ്ങൾ ബിർള ഹൗസിൽ പോയി കഴിഞ്ഞാൽ ഒരു വിവരവും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾക്ക് നാഥറാം ഗോഡ്സെയുടെ പേര് ചിലപ്പോൾ ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ കണ്ടെന്നു വരും, ബാക്കി ഒരു സ്ഥലത്തും അതില്ല. ഇതൊരു ഗൂഢാലോചനയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ലാഞ്ചനയും അവിടെ ഇല്ല. മറ്റുള്ള പ്രതികളുടെ ഒരു പേരുമില്ല. ആർക്കൊക്കെ ശിക്ഷ കിട്ടി എന്ന് പറയുന്ന ഒന്നും അവിടെ ഇല്ല. ഇനി ഗാന്ധിവധത്തിന്റെ വിചാരണ നടന്ന സ്ഥലം ഡൽഹി തന്നെയുള്ള ചെങ്കോട്ടയാണ്, റെഡ് ഫോർട്ടാണ്. റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ, റെഡ് ഫോർട്ട് നിങ്ങൾക്കറിയാം, ഷാജഹാനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഒരു കെട്ടിട സമുച്ചയങ്ങൾ നിറഞ്ഞ സ്ഥലമാണ് ചെങ്കോട്ട എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് ഗാന്ധി വിചാരണ നടന്ന കെട്ടിടം എന്ന് അന്വേഷിച്ചാൽ നിങ്ങൾ കുഴങ്ങിപ്പോകും. നിങ്ങൾക്ക് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ചരിത്രം അങ്ങനെ മാച്ച് കളയാണ്. സുധീഷ് അവിടുത്തെ ഡയറക്ടർ പോലുള്ള ഒരാളോട് ചോദിച്ചു, ഏതാണ് ആ കെട്ടിടം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു വിചാരണയും നടന്നിട്ടില്ല, ഒരു മണ്ണാങ്കട്ടിയും നടന്നിട്ടില്ല, നിങ്ങൾ എവിടുന്നോ തെറ്റായ ധാരണയും വെച്ച് വരുന്ന ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗാന്ധിയെ പറ്റിയുള്ള സ്മരണ മാച്ച് കളയാണ്. നെഹ്റുവിനെ വില്ലനാക്കി തീർക്കുകയാണ്. അംബേദ്കറെ അസിമിലേറ്റ് ചെയ്ത് വേറൊരാളാക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലാണ് ഞങ്ങളുടെ യാത്ര നടക്കുന്നതും ഞങ്ങൾക്ക് അവിടെ പോകാൻ സാധിച്ചു. ഒരുപക്ഷെ ഒരർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഒരു ഭാഗ്യം പോലും ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയും. കാരണം നവഖലിയിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല, ബംഗ്ലാദേശിൽ. ഞങ്ങൾ പോയതിന് ശേഷമാണ് അവിടെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങൾ നടക്കുന്നത്. ഇപ്പം ഇന്ന് അന്നത്തെ പോലെ ഈസി ആയിട്ട് ചിലപ്പോൾ സഞ്ചരിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടെയൊക്കെ ഈ ഗാന്ധി സ്മൃതി ഏതോ തരത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരാളുടെ ഒരു മഹാത്മ്യം എന്നതിനേക്കാൾ ഉപരി ഒരു ഹിസ്റ്റോറിക്കൽ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മളത് മനസ്സിലാക്കുകയാണ്. ഇത് നമ്മുടെ വലിയ ഡെപ്പോസിറ്റാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ആ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ആരാലും നോക്കപ്പെടാതെ കിടക്കുന്ന ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് എതിരെയുള്ള സമരം മാത്രമല്ല, മറിച്ച് നമുക്കിടയിലെ ഛിദ്രങ്ങൾ ഒന്നിച്ചു ചേർത്ത സമരം കൂടിയാണെന്ന് പറയുന്ന ഭാഗം മനസ്സിലാക്കിയാൽ ഈ പറയുന്ന തരത്തിൽ നമ്മെ വിഭജിക്കുന്ന ശക്തികൾക്കെതിരെ രാഷ്ട്രീയമായും സാംസ്കാരികമായും സാമൂഹ്യമായിട്ടും ഒരു പൊസിഷൻ എടുക്കാൻ നമുക്ക് സഹായിക്കും. അപ്പം ഇതാണ് ഈ എക്സിബിഷൻ്റെ കാതൽ എന്ന് പറയുന്നത്. ഞങ്ങൾ അവിടെ പോയി ഫോട്ടോഗ്രാഫ്സ് ചെയ്തു. ഇപ്പം നവഖലിയിൽ ചിലർ ഗാന്ധിയെ കണ്ട മനുഷ്യരുണ്ട്. അന്ന് ആ സമയത്ത് ഗാന്ധി വന്നപ്പോൾ അവർക്ക് ഇപ്പോൾ 90-95 വയസ്സായി. അവർക്ക് അന്ന് 5 വയസ്സ് 6 വയസ്സൊക്കെ ഓർമ്മയുള്ളൂ. അവർ കണ്ടിട്ടുണ്ട്, ആ ഓർമ്മയുണ്ട്. പിന്നെ അവരെ അച്ഛനമ്മമാർ പറഞ്ഞ കഥകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ശേഖരിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ, അവരായിട്ടുള്ള സംഭാഷണത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇപ്പം അവിടെയുള്ള മ്യൂസിയങ്ങളിൽ പോയി ആർക്കൈവൽ ഫോട്ടോസ് ശേഖരിച്ചു. അങ്ങനെ ഈ ആർക്കൈവൽ ഫോട്ടോസ് സുധീഷ് പുതുതായി എടുത്തിട്ടുള്ള ആ സ്ഥലങ്ങളുടെ പുതുതായിട്ടുള്ള പിക്ചറുകൾ, ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ, പിന്നെ പഴയ ഇപ്പോൾ ഈ ഗാന്ധി മ്യൂസിയങ്ങളിൽ മുഴുവൻ ഈ സ്ഥലങ്ങളിലെ ഗാന്ധി മ്യൂസിയങ്ങളിൽ പലയിടത്തും പോവുകയുണ്ടായി. അപ്പം ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഒരു അനൗപചാരിക ചരിത്രം എന്ന് പറയുന്നത്, ഔദ്യോഗിക ചരിത്രമല്ലാതെ ഒരു അനൗദ്യോഗിക ചരിത്രമുണ്ട്. ഈ അനൗദ്യോഗിക ചരിത്രം എന്ന് പറഞ്ഞാൽ തെരുവിൽ നിന്ന് ഉണ്ടാവുന്നതാണ്, തെരുവിലെ സ്നേഹത്തിൽ നിന്നും വൈരത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കാര്യം എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക എന്ന് പറയുന്ന ആർട്ടിൻ്റെ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം, ഷെയറിംഗ് നോളജ് ആൻഡ് ഈസ്തറ്റിക്സ് എന്ന് പറയുന്ന ആർട്ടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനാണ് ഞങ്ങൾ നിശ്ചയിച്ചത്. അങ്ങനെ ഗാന്ധി വെടിയേറ്റ് വീണ ആ ദിവസം തന്നെ ജനുവരി 30-ന്, ഈ 2025 ജനുവരി 30-ന് 5/17-നാണ് ഗാന്ധി വധിക്കപ്പെടുന്നത്. ഏതാണ്ട് 5/17 തന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യാണ്, എല്ലാവർക്കും വേണ്ടി ഓപ്പൺ ചെയ്യാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു എക്സിബിഷന് വരാൻ അഭ്യർത്ഥിക്കുന്ന പോലെയല്ല, മറിച്ച് ഇതൊരു ഷെയറിംഗ് ആണ്. ഈ പറയുന്ന നമ്മുടെ കൺസേണിൻ്റെ ഷെയറിംഗ് ആണ്, നമ്മുടെ ആശങ്കയുടെ ഷെയറിംഗ് ആണ്. സ്വാഭാവികമായിട്ട് അതിനൊരു സൗന്ദര്യ തലമുണ്ട്. ഹിസ്റ്റോറിക്കൽ തലം മാത്രമല്ല ഉള്ളത്, അതിനൊരു സൗന്ദര്യ തലമുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കലായിട്ട് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാം. ഇതിനോടൊക്കെ നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ടും എൻഗേജ് ചെയ്യാം. പക്ഷേ ഇത് കാണുക എന്ന് പറയുന്ന പരമപ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച്
ഒരു യങ് ജനറേഷൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സൊസൈറ്റിയെ പറ്റിയുള്ള സങ്കല്പം, നിങ്ങളുടെ ജനാധിപത്യത്തെ പറ്റിയുള്ള വലിയ ഉൾക്കാഴ്ച, ഇതൊക്കെ എങ്ങനെയാണ് അത് ഹിസ്റ്ററിയായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ഭാഗത്തിലേക്ക് എന്തെങ്കിലും ഒരു സ്പാർക്ക് തരാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ ഈ എക്സിബിഷൻ അതിൻ്റെ ദൗത്യം നിറവേറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഇവിടെ വന്നവർ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയും നിങ്ങളുടെ ഇടപെടലൊക്കെ കൊണ്ട് പരമാവധി പേരിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് വിളിച്ചു ചേർത്തത്. ഈ എക്സിബിഷനിൽ കുറച്ച് പരിപാടികൾ കൂടിയിട്ട് അത് ആമി അതൊന്നും പറയും, അതിൻ്റെ കൂടെയുള്ള അനുബന്ധ പരിപാടികളെ പറ്റി ആമി പറയും. എന്തായാലും ഇങ്ങനെ ഒരു സ്ഥലം തന്ന, ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ അവസരം തന്ന ഈ RLV കോളേജിലെ സുധീഷ്, ജിതിൻ, മറ്റ് സുഹൃത്തുക്കൾ, ഇവിടുത്തെ അധികൃതർ, സേക്രഡ് ഹാർട്ട് കോളേജിലെ അവിടുത്തെ അധ്യാപകന്മാർ, ഇവിടെ എത്തിച്ചേർന്ന കുട്ടികൾ, എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.